ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയുടെ സ്പെഷ്യൽ മല്ലിയിലക്ക് പ്രാവശ്യം റോളൊന്നും ഇല്ലേ? ഒരു പേരിന് രണ്ടിലയങ്ങ് ഉതിർത്തിട്ടോ. അമ്മ, ശാന്തേച്ചി ഒന്നും നോക്കുന്നു പോലും ഇല്ലല്ലോ. നിങ്ങൾ തമ്മിലുള്ള വഴക്കൊന്നും കഴിഞ്ഞില്ലേ? സത്യാമ്മയ്ക്ക് 1ാം സ്ഥാനം വാങ്ങിക്കൊടുക്കാനുള്ള വാശിയില. ഗുരുവാണോ ശിഷ്യയാണോ ജയിക്കുന്നതെന്ന് ഇന്നറിയാം. അതെ ശാന്ത, ഞാൻ കപ്പ വേവിച്ചു വെക്കുമ്പോഴേക്ക് ശാന്ത ആ മുളക് ചമ്മന്തിയുടെ കാര്യം നോക്ക്. അറിയാലോ, ആ മുളക് ചുട്ടു തന്നെ അരയ്ക്കണം. കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കണം. എന്നാലേ നാട് സ്വാദ് കിട്ടും. ശരി സത്യമ്മ, ഞാൻ മുളക് ചുട്ടെടുക്കാം. ബാക്കിയൊക്കെ സത്യമ്മ തന്നെ ചെയ്താൽ മതി. ഇതിന്റെ എക്സ്പെർട്ട് സത്യമ്മയാണല്ലോ. തള്ളയ്ക്ക് തണുപ്പടിച്ചെന്ന് തോന്നുന്നു. തീ കായാനായിട്ടെ സഹായിയുടെ മുളക് കത്തിക്കുന്നു. കണ്ടുപഠിക്കണേ, നല്ല ഒറിജിനൽ മുളക് മന്തി. പറയുമ്പോ തന്നെ രാവിലെ വെള്ളം വരുന്നു. അപ്പൊ പിന്നെ അത് കപ്പയും കൂട്ടി ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അവസ്ഥ ആലോചിക്കുന്നത്. കഴിച്ചിട്ടുണ്ടാ? പാടാ, പാചകം ചെയ്ത് ശീലമില്ലാത്ത നിനക്ക് ഈ വക പരിപാടികളിൽ അറിയപ്പെട്ടു. പിന്നെ എങ്ങനെ കഴിക്കണേ? ചിറ്റപ്പ, ഇതൊന്നും എനിക്ക് കേട്ടു നിൽക്കാൻ പറ്റില്ല കേട്ടോ. അത് നിനക്ക് ചെയ്ത് ശീലമില്ല സുസു. ഇനി ഞാൻ പഠിപ്പിച്ചു തരാം. ചമ്മന്തി അറിയിക്കണില്ലേ? ചിറ്റപ്പ, ഞാൻ പോവാ. നീ ഇവിടെ നിൽക്ക്. എന്തായാലും വന്നതല്ലേ, എന്താ എന്റെ അവസാനം നോക്കിട്ട് പോ. ആ ശ്യാമ ചതിച്ചോണ്ടാ. ഇല്ലെങ്കിൽ ഈ 2 തള്ളമാരെ ഇവിടെ നിന്നിങ്ങനെ ഷൈൻ ചെയ്യില്ലായിരുന്നു. ഒരു മകള് ജോലി തിരക്കൊണ്ട് പോയെങ്കിലും ശാരദാമ്മയ്ക്ക് കൂട്ടായിട്ട് മറ്റൊരു മകൾ എത്തിയല്ലോ. ദൈവം അനുഗ്രഹിച്ച കുടുംബ ശാരദാമ്മയുടേത്. അതിന്റെ ഒത്തൊരുമയാ ഇവിടെ ഇപ്പൊ കണ്ടതും. ഇതിന്റെ വിജയവും ശാരദാമ്മയ്ക്ക് തന്നെയാ. അതിനൊരു മാറ്റവും ഇല്ല. ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാറില്ലെന്ന് സാറിനറിയാലോ. ഇതിപ്പോ ശാലിനിയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ. എങ്കിലും അന്തിമ വിജയം ശാരദാമ്മയ്ക്ക് തന്നെ ആയിരിക്കും. ശാരദാമ്മയുടെ കൈപുണ്യത്തിന്റെ ആ മികവ് വേറൊന്നിലും കാണില്ല. അത് ശാരദാമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതെവിടെയും തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും.